ഇതിൻ്റെ ടർബോ ഒരു ബ്ലോ ഓഫ് ചെയ്ത് നോക്കിയാണേ കേട്ടോ. ദ സെയിം വേ നമ്മുടെയൊക്കെ നെക്സ്റ്റ് ജനറേഷൻ ആകുമ്പം ഐ എം 101% ഷുവർ ദിസ് ഹാരിയർ ഈസ് ഗോയിങ് ടു ബി. മൈലേജിൻ്റെ കാര്യം പറഞ്ഞപ്പം ടാറ്റ ഇതിന് വലിയൊരു ക്ലെയിം നടത്തുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ മാറ്റം എന്ന് പറയുന്നത്. കണ്ടേ, ഇത് 2 വീൽ ഡ്രൈവ് ആണെങ്കിൽ പോലും ഇതിൻ്റെ അകത്ത് അവർ ട്രാക്ഷനിൽ കുറച്ച് പ്ലേ അറൗണ്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 3. ഇനി നമുക്ക് കണ്ടേ ഇത് അടയുമോ എന്നുള്ളത് ഇവിടെ കയ്യോ എന്തെങ്കിലുമൊക്കെ ഒന്ന് വെച്ച് നമുക്ക് നോക്കാം. ഇന്ത്യക്കാർക്ക് അഭിമാനമായിട്ടുള്ള ടാറ്റ എന്ന് പറയുന്ന ബ്രാൻഡിനെ സംബന്ധിച്ചിട്ട് ഒത്തിരിയധികം ലെജൻഡറി നെയിം പ്ലേറ്റ്സ് അവരുടെ കയ്യിലുണ്ട്. അതിനൊരു എക്സാമ്പിളാണ് കഴിഞ്ഞ ദിവസം അവർ റീലോഞ്ച് ചെയ്തിട്ടുള്ള ടാറ്റ സിയാറ എന്ന് പറയുന്നത്. 1992 അല്ലെങ്കിൽ 1994 കാലഘട്ടത്തിൽ വളരെയധികം വിപ്ലവം അല്ലെങ്കിൽ ഒരു ലക്ഷൂറിയസ് SUV എന്ന് പറയുന്നൊരു കോൺസെപ്റ്റിൽ അവർ ലോഞ്ച് ചെയ്തൊരു മോഡലാണ്. പിന്നെ അവരുടെ കയ്യിലുള്ളതാണ് ടാറ്റ സുമോ എന്ന് പറയുന്നത്. അത് ഇതുവരെ റീബർത്ത് ചെയ്തിട്ടില്ല. ടാറ്റ സഫാരി 2021 അവർ റീലോഞ്ച് ചെയ്തു. എന്ന് പറഞ്ഞതുപോലെ ഈ 2019 കാലഘട്ടത്തിൽ, അതായത് അവരുടെ ആ ഒരു ലാൻഡ് റോവർ ജാഗുർ അക്വിസിഷന് ശേഷം അവർ ലാൻഡ് റോവറിൻ്റെ ഒമേഗ ആർക്ക് പ്ലാറ്റ്ഫോം യൂസ് ചെയ്തിട്ട് അവരുടെ H5X എന്ന് പറഞ്ഞൊരു മോഡലിനെ ലോഞ്ച് ചെയ്തു നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക്. അതിനെ അവർ ഹാരിയർ എന്ന് വിളിച്ചു. അന്ന് ഡീസൽ എഞ്ചിനിൽ മാത്രമല്ല, ഡീസൽ ഓപ്ഷനിൽ മാത്രമേ അത് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് 1-2 നല്ല രീതിയിലുള്ള അപ്ഡേറ്റ്സും ഒക്കെ വന്നിട്ട് ഇന്നിപ്പം ഇയർ 2025 ഡിസംബറിൽ ടാറ്റ കമ്പനി അവരുടെ ഏറ്റവും പുതിയ 1.5 ലിറ്റർ പെട്രോൾ എഞ്ചിൻ യൂസ് ചെയ്ത് അവർ പുറത്തിറക്കിയിട്ടുള്ള ഹാരിയറാണ് നമ്മുടെ കൂട്ടത്തിൽ ഇന്നുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഡോക്ടർ ഡ്രൈവിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഈ 2025 മോഡൽ വന്നപ്പം പെട്രോൾ എഞ്ചിൻ എന്ന് പറഞ്ഞൊരു ചേഞ്ച് മാത്രമല്ല, അത് നമ്മൾ ഹാരിയർ EV ഇറങ്ങിയ സമയത്ത് അവർ കൊണ്ടുവന്ന കുറേയധികം ഇൻറ്റീരിയർ ചേഞ്ചസ് ഉണ്ട്, കുറേയധികം ഫീച്ചർ വ്യത്യാസങ്ങളുണ്ട്. അത് കുറേയൊക്കെ നമ്മുടെ ഈ ഒരു ഹാരിയർ പെട്രോളിലേക്ക് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്കിന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്താണ് ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് എന്നുള്ളതും അതുപോലെ തന്നെ പുതിയൊരു വ്യത്യാസമായിരിക്കും ഇന്നത്തെ ഈ ഒരു റിവ്യൂ എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് എനിക്ക് ഒരു കാര്യം കൊണ്ട് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, ഇപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞല്ലോ, അതായത് ടാറ്റ സുമോ, സഫാരി അല്ലെങ്കിൽ സിയാറ എന്ന് പറഞ്ഞ ലെജൻഡറി ബ്രാൻഡുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത്. ദ സെയിം വേ നമ്മുടെയൊക്കെ നെക്സ്റ്റ് ജനറേഷൻ ആകുമ്പോൾ ഐ എം 101% ഷുവർ ദിസ് ഹാരിയർ ഈസ് ഗോയിങ് ടു ബി എ ലെജൻഡറി ബ്രാൻഡ്. അതായത് നമ്മുടെ പിള്ളേർ പറയും പണ്ട് കാലത്ത് നമ്മുടെ അപ്പനൊക്കെ ഓടിച്ചെന്ന് നടന്ന ഹാരിയർ എന്ന് പറഞ്ഞ പോലെ ഇറ്റ് വിൽ ബി എ ലെജൻഡറി ബ്രാൻഡ്. കാരണം അത്രയധികം അടിപൊളി ഒരു വണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡിസൈൻ സ്റ്റൈൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തൻ്റെ ത്രൂ ഔട്ട് പോകുന്ന ഒരു DRLs ഉണ്ട്. 3 പീസായിട്ടാണ് കമ്പനി അതിന് ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഗ്രില്ല് വരുമ്പോൾ ഒരു ഡ്യുവൽ കളർ ഷെയ്ഡാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ക്രോം എലമെൻറ്റും അതുപോലെ തന്നെ ഒരു പിയാനോ ബ്ലാക്കും ആണ്. തൻ്റെ നല്ല ഉഗ്രൻ LED പ്രൊജക്ടർ ലാംപ്സ് വരുന്നുണ്ട്. താഴെ തൻ്റെ കോൺമിങ് ലാംപ്സ് കൊടുത്തിട്ടുണ്ട്. ഒരു 3 കളർ ഷെയ്ഡിലാണ് ഇതിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു ഡിസൈനിങ് വരുന്നത്. ഇനി ഇതിൽ വന്നിരിക്കുന്ന ഒരു മാറ്റമാണ്, പുതിയ പെട്രോൾ എഞ്ചിൻ വന്നപ്പോൾ അവർ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു കളറാണ്. ഐ തിങ്ക് ഇറ്റ്സ് നോൺ ആസ് ക്രിംസൺ റെഡ്. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ചുമല എന്ന് വിളിക്കാം. ടാറ്റയിൽ ചെന്നിട്ട് ചുമല വേണം അല്ലെങ്കിൽ ചുമപ്പ് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ വെഹിക്കിളായിരിക്കും തരുന്നത്. പക്ഷേ സിയാറയ്ക്കകത്ത് കണ്ട കളറല്ല, ഇറ്റ്സ് എ ഡിഫറെൻറ്റ് റെഡ്. അതാണ് ഇതിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു ഡിസൈൻ സ്റ്റൈൽ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നമ്മൾ സൈഡ് പ്രൊഫൈൽസിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും ഹാരിയർ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. പണ്ടൊരു 2019-20 സമയത്ത് ഞങ്ങൾ അന്ന് വണ്ടിഭ്രാന്തന്മാരാണല്ലോ, ഇതുപോലെ നമുക്ക് ഡോക്ടർ ഡ്രൈവോ അങ്ങനത്തെ ചാനലോ ഒന്നുമില്ല. അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നത് പറഞ്ഞാൽ ഡീലറിൻ്റെ അടുത്ത് പോയി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യായിരുന്നു ചെയ്യുന്നുണ്ട്. നിങ്ങൾ പലരും ചെയ്യുന്ന കാര്യമാണെന്ന് എനിക്കറിയാം. ലാൻഡ് റോവർ അല്ലെങ്കിൽ ബെൻസ്, BMW ഒക്കെ നമ്മൾ ചെയ്യുന്ന പറഞ്ഞ പോലെ അന്ന് നമുക്ക് ആസ്പയറിംഗ് ആയിട്ട് പോയി നമ്മൾ റിവ്യൂ ചെയ്തൊരു അല്ലെങ്കിൽ ഒരു ഡ്രൈവ് ചെയ്തൊരു വണ്ടിയായിരുന്നു ഹാരിയർ എന്ന് പറയുന്നത്. അന്ന് ഐ സ്റ്റിൽ റിമെമ്പർ, ഞാൻ ആ സമയത്ത് ട്രാവൽ ചെയ്തുള്ള ഏത് വെഹിക്കിൾ എടുത്തു കഴിഞ്ഞാലും അതിൽ ഏറ്റവും കൂടുതൽ യാത്രാസുഖം അല്ലെങ്കിൽ കംഫർട്ട് എസ്പെഷ്യലി ബാക്ക് സീറ്റിനുണ്ടായിരുന്നൊരു വേരിയൻ്റാണ് നമ്മുടെ ഹാരിയർ എന്ന് പറയുന്നത്. അത് കുറച്ച് കാലം കൂടെയൊക്കെ നമ്മൾ മുന്നോട്ട് വന്നപ്പോൾ നമുക്കിപ്പോൾ ടാറ്റയും അല്ലെങ്കിൽ എല്ലാ ബ്രാൻഡ്സും ഒക്കെ ആയിട്ട് നമുക്ക് അസോസിയേഷൻ ആയിട്ടുണ്ട്. ആ സമയത്ത് ഞങ്ങൾ കഴിഞ്ഞിടയ്ക്ക് ഒരു പോണ്ടിച്ചേരി ട്രിപ്പ് പോയപ്പോൾ നമ്മൾ ഹാരിയറിൻ്റെ ഡാർക്ക് എഡിഷൻ ആയിരുന്നു യൂസ് ചെയ്ത്. എക്സലൻറ്റ് റിവ്യൂ. അതായത് നമ്മൾ ഒട്ടും മടുത്തില്ല. ശരിക്കും ഒരു ആന റോഡിൽ നിൽക്കുന്ന പോലെ തന്നെ അവൻ ഇങ്ങനെ അങ്ങ് നിന്നോളൂ. എന്ന് പറഞ്ഞാൽ ആനനെ പോലെ സ്ലോ അല്ല, അത് ഡീസലായിരുന്നു, നല്ല പവർഫുൾ എഞ്ചിൻ തന്നെയായിരുന്നു, അത്യാവശ്യം മൈലേജും ഉണ്ടായിരുന്നു. മൈലേജിൻ്റെ കാര്യം പറഞ്ഞപ്പം ടാറ്റ ഇതിന് വലിയൊരു ക്ലെയിം നടത്തുന്നുണ്ട്. 25.9 കിലോമീറ്ററാണ് ഇവർ പ്രൂവ് ചെയ്തിരിക്കുന്ന മൈലേജ് എന്ന് പറയുന്നത്. 25.9 കിലോമീറ്റർ ഓൺ എ ബിഗ് SUV. നമുക്കതിന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കണം. അവർ ഭയങ്കര റിയൽ വേൾഡ് സിറ്റുവേഷനിലായിരിക്കും. പക്ഷേ എന്നാൽ പോലും നമുക്കൊരു 20+ ഒക്കെ ഈ ഒരു പെട്രോൾ എഞ്ചിന് നോർമലായിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ലൈക്ക് എ റിയലി ഗുഡ് തിങ്. ടെർബോ പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. ഇത് ശരിക്കും ബാക്കി കമ്പനികളൊക്കെ ഇപ്പോൾ പഴയ എഞ്ചിൻസ് എടുത്ത് യൂസ് ചെയ്യുമ്പോൾ ടാറ്റ അങ്ങനെയല്ല. ടാറ്റ ഇൻവെസ്റ്റ് ചെയ്ത് അവരത്രയധികം എഫിഷ്യൻ്റായിട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു എഞ്ചിനാണ് ഈ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ. ദാറ്റ്സ് എ ബിഗ്ഗസ്റ്റ് എലിഫൻറ്റ് ഇൻ റൂം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ യാത്രാസുഖത്തിനെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ മേജർ ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇവർ യൂസ് ചെയ്തേക്കുന്ന ഈ ടയറുകൾ കണ്ടോ. ഈ ടയർ വോൾസ് അത്യാവശ്യം നല്ല തിക്ക്
തിക്കായിട്ടുള്ള ടയർ ബോൾസ് ആണ് കൊടുത്തിരിക്കുന്നത്. 2 റീസൺസിന് വേണ്ടിയിട്ടാണ്. വണ്ടി അത്യാവശ്യം ഓഫ് റോഡൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ടയർ കീറും അങ്ങനെയൊന്നും ചെയ്യരുത്. രണ്ടാമത്തെ ഒരു കേസ് എന്ന് പറഞ്ഞാൽ ഇത്രയും ടയർ വിട്ടുള്ള വോൾ ഉള്ളതുകൊണ്ട് തന്നെ ഇതിൻ്റെ കുഷനി എഫക്റ്റ് വരും. അത് നമുക്ക് ബാക്കിൽ അല്ലെങ്കിൽ നമുക്ക് ഇൻറ്റീരിയറിൽ യാത്രാസുഖമായിട്ട് അത് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് കൺവേർട്ട് ആവുന്നുണ്ട്. ആൻഡ് ഓൾസോ ഇറ്റ് സസ്പെൻഷൻ ഈസ് സോ ഡാം ഗുഡ്. 18 ഇഞ്ചിൻ്റെ അലോയ് ആണ് വരുന്നത്. ഒരു പ്ലെയിൻ സിമ്പിൾ ഡിസൈൻ, ബട്ട് ബ്ലാക്ക് കളറാണ് അതിന് വന്നിരിക്കുന്നത്. ചുറ്റുപാടും 360 ഡിഗ്രി ക്യാമറ ഉള്ളതുകൊണ്ട് നമ്മൾ എല്ലായിടത്തും നോക്കിയാലും ക്യാമറ കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ അകത്ത് വേറൊരു അഡീഷണൽ വ്യത്യാസം വന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട് ക്യാമറയും ബാക്ക് ക്യാമറയും നമുക്ക് പണ്ട് ബെൻസിൻ്റെ അകത്തും BMW അകത്തൊക്കെ കണ്ടിരുന്നു പറഞ്ഞാൽ വൈപ്പർ യൂസ് ചെയ്ത് അല്ലെങ്കിൽ വാഷ് യൂസ് ചെയ്ത് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. ഒരു ഡ്യുവൽ കളർ ഷെയ്ഡാണ് സൈഡിലേക്ക് വരുമ്പോഴും ഈ ഹാരിയറിന് ടാറ്റ കൊടുത്തിരിക്കുന്നത്. രണ്ട് വലിയൊരു വിൻഡോ ആണ്, അതായത് അല്ലെങ്കിൽ നമുക്ക് ആ ഒരു അകത്തിരിക്കുമ്പം നല്ല രീതിയിൽ വെട്ടം കയറുന്നതിന് വേണ്ടിയിട്ട് വലിയൊരു വിൻഡോസാണ് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സൈഡിലൊന്നും മാറ്റമില്ല, നിങ്ങൾ ഹാരിയർ റിവിക്കകത്ത് കണ്ട സെയിം ഒരു ഡിസൈൻ സ്റ്റൈലാണ്. നമ്മൾ ബാക്കിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും ത്രൂ ഔട്ട് പോകുന്ന ആ ഒരു പഴയ ഒരു LED ഡിസൈൻ സ്റ്റൈൽ തന്നെയാണ് ഹാരിയറിന് പോയിരിക്കുന്നത്. ശരിക്കും നല്ല ഭംഗിയുള്ളൊരു ഡിസൈനല്ല, എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു ഡിസൈനാണ് കേട്ടോ ഹാരിയർ എന്ന് പറയുന്നത്. നമ്മൾ ആ BMW എടുത്തല്ലോ, അതിന് മുമ്പ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തൊരു വെഹിക്കിളായിരുന്നു കേട്ടോ ഹാരിയറിൻ്റെ ഡാർക്ക് എഡിഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇലക്ട്രോണിക്കലി ഓപ്പൺ ആവുന്ന ബൂട്ടാണ് അതിന് വരുന്നത്. അതുകൊണ്ട് വലിയൊരു ബൂട്ട് സ്പേസ് വരുന്നുണ്ട്, സെയിം ബൂട്ട് സ്പേസ്, അത് എത്രയാണെന്നുള്ള അതിലൂടെ എഴുതി കാണിക്കും. പിന്നെ ഇതിൽ ഞാൻ കണ്ടൊരു കാര്യം, ഇത് നിങ്ങൾ പഴയതിൽ ഇതായിരുന്നു നിങ്ങളൊന്ന് പറയുക. അതുകൊണ്ട് ഇവിടുത്തെ ഒരു കളർ ഷെയ്ഡ് നമ്മൾ എടുക്കുമ്പം ഇത് ബ്ലാക്ക് അല്ല, ഒരു ബ്രൗണിഷ് കളറാണ് അതിലൂടെ ത്രോട്ട് പോയിരിക്കുന്നത്. ഇനി നമുക്ക് ഇത് അടയുമോ എന്നുള്ളത് ഇവിടെ കയ്യോ എന്തെങ്കിലുമൊക്കെ ഒന്ന് വെച്ച് നമുക്ക് നോക്കാം. ഓക്കെ, അത് നമ്മൾ ക്ലോസ് ആയിട്ടില്ല, അതിൻ്റെ സെൻസറുകളൊക്കെ കൊള്ളാം. കയ്യൊന്നും വെക്കുന്നില്ല, എങ്ങനെയും പോയി കഴിഞ്ഞാൽ ഇനി ഉച്ച കഴിഞ്ഞ് സഫാരിയും കൂടെ ഡ്രൈവ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ മാറ്റം എന്ന് പറയുന്നത്. തൻ്റെ പെട്രോൾ എഞ്ചിനാണ്, പെട്രോൾ ഫ്യൂവലാണ് വരുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ബാക്കിലേക്ക് എടുത്ത് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന ഒരു ചേഞ്ച് എന്ന് പറയുന്നത് തൻ്റെ ത്രൂ ഔട്ട്, എനിക്ക് തോന്നുന്നത് ഐസിൻ്റെ അകത്ത് ആദ്യമായിട്ടാണ് ടാറ്റ ഇത്രയും പ്രീമിയം ആയിട്ടുള്ള വൈറ്റ് ഇൻറ്റീരിയേഴ്സ് കൊടുത്തിരിക്കുന്നത്. എന്ത് പ്രീമിയമാണെന്ന് നോക്കിയാൽ അടിപൊളിയായിട്ടില്ല. അതിൻ്റെ കൂട്ടത്തിൽ ഒരു ബ്ലാക്ക് തീമും കൂടെ വന്നപ്പോഴത്തേക്കും നല്ല ഭംഗിയായിട്ടുണ്ട്. ഇതിൻ്റെ വലിയൊരു പനാറമിക് സൺറൂഫ് വരുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ബാക്ക് സീറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ദാണ്ട് എക്സ്ട്രാ ഒത്തിരി സോഫ്റ്റ് അല്ല, പക്ഷേ നമുക്ക് ഹെഡ് ഹോൾഡ് ചെയ്യുന്ന രീതിയിൽ രണ്ട് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഹെഡ് റെസ്റ്റിന് പുറമെ ഒരു ഫിറ്റിങ്സ് അവർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പേര് ഞാൻ പറഞ്ഞത്, നിങ്ങൾ അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് തരിക. നമ്മൾ കയറുമ്പം ഹാരിയർ യൂഷ്വലി എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കില്ല, അതായത് കുറച്ച് ഹൈറ്റി പൊസിഷനിലേക്കാണ് നമ്മൾ കയറേണ്ടത്. അപ്പോൾ ഇത് എൻ്റെ ഡ്രൈവിംഗ് സ്റ്റൈലിൽ നമ്മൾ ഫിക്സ് ചെയ്തേക്കുന്ന സീറ്റാണ്. അപ്പോൾ എനിക്ക് അത്യാവശ്യം സൈസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, എന്നിട്ട് പോലും നമ്മളിരിക്കുമ്പോൾ എത്രമാത്രം സ്പേസ് ആണെന്ന് നോക്കി. ഞാൻ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അടുത്ത് കൂടുതൽ പറയേണ്ട കാര്യമില്ല, കാരണം എന്താ വെച്ചാൽ ഇതെല്ലാം സെയിം ആസ് ദ നോർമൽ ഹാരിയർ അല്ലെങ്കിൽ ഹാരിയർ EV എല്ലാം സെയിം ആണ്. ലാൻഡ് റോവർ പ്ലാറ്റ്ഫോമാണ്. അതുകൊണ്ട് ഇവിടെ ഇവന് സൺബ്ലൈൻസ് കൊടുത്തിട്ടുണ്ട്. ഒരു 3 കളർ കോമ്പിനേഷൻ നമുക്ക് പറയാൻ പറ്റും. അതൊരു വൈറ്റ് വരുന്നുണ്ട്, ഒരു ബ്രൗണിഷ് ഇൻറ്റീരിയേഴ്സ് ആണ് കേട്ടോ ഇതിന് വരുന്നത്. ഇതിൻ്റെ സ്പീക്കർ സിസ്റ്റം എന്ന് പറയുന്നത് JBLൻ്റെ സ്പീക്കർ സിസ്റ്റമാണ്. ഡോൾബി അറ്റ്മോസ് വരുന്നുണ്ട്. 10 സ്പീക്കർ സിസ്റ്റമാണ് കമ്പനീന് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ബാക്കിലേക്ക് വന്നു കഴിയുമ്പോഴും രണ്ട് 265 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജേഴ്സ് വരുന്നുണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ബാക്ക് സ്പേസ് തന്നെയാണ് ഹാരിയറിന് വരുന്നത്. അപ്പം നമുക്ക് ഡ്രൈവിംഗ് എക്സ്പീരിയൻസിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതിൻ്റെ ഹുഡ് ഒന്ന് ഓപ്പൺ ചെയ്ത് ഇവൻ്റെ പുതിയൊരു എഞ്ചിൻ ഒന്ന് കാണാം. തുറക്ക്. ഇവളാണ് ഇന്ന് DOP ആയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് കൂടെ വന്നിരിക്കുന്നത്. അഖിൽ ഓൺ ലീവാണ്. എൻ്റെ അമ്മോ, തുറന്നോ? തുറന്നോ? ഓക്കെ, എങ്ങനെയുണ്ട്? വെയിറ്റ് ഉണ്ടോ? അതാണ് ടാറ്റ. അപ്പോൾ അനിലോട് ഞാൻ പോയി വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അവൻ്റെ ആ ഒരു പുതിയ 1.5 ലിറ്റർ ഹൈപ്പീരിയൺ എഞ്ചിൻ എന്ന് പറയുന്നത്. നിങ്ങൾ സിയാറയ്ക്കകത്ത് കണ്ടിട്ട് കാണും, ഡ്രൈവ് ചെയ്തിട്ട് കാണത്തില്ല, കാരണം ടെസ്റ്റ് റൈസ് വരുന്നേ ഉള്ളൂ. നല്ല രസമായിട്ട് ഞങ്ങളെല്ലാം ഓടിച്ചാണല്ലോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് വന്നപ്പോഴത്തേക്ക് കുറച്ച് ട്യൂണിൻ്റെ അകത്ത് വ്യത്യാസമുണ്ട്. 170 PS പവറും അതുപോലെ തന്നെ 280 Nm ടോർക്കും താണ്ട ടാറ്റ ഈ ഹൈപ്പീരിയൺ എഞ്ചിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല വേറൊരു കേസ് എന്താണെന്ന് പറഞ്ഞാൽ ബെസ്റ്റ് ഇൻ സെഗ്മെൻ്റ് ആയിട്ടുള്ള നോയിസ് ക്യാൻസലേഷൻ അല്ലെങ്കിൽ അകത്തേക്ക് വരുന്ന റിഫൈൻമെൻറ്റ് വളരെയധികം ഇന്ന് ബെസ്റ്റ് ഇൻ ക്ലാസ് ആണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ 37.8 dB ഇതിൻ്റെ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. കമ്പയർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ 40 സംതിങ് ആണ് വരുന്നത്. ആൻഡ് ഓൾസോ ഇറ്റ്സ് എ സ്മൂത്ത് നോട്ട്, നിങ്ങൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും. അതായത് ഒത്തിരി CC ഇല്ലെന്ന് നമുക്ക് മനസ്സിലാവും, എന്നാൽ ആ ഒരു സ്വീറ്റ് ആയിട്ടുള്ള നോട്ടുണ്ടല്ലോ, അത് ഞാനിപ്പോൾ കേൾപ്പിച്ച് തരാം. അതാണ് ഹാരിയർ EVക്ക് വരുന്നത്. അപ്പോൾ ഇതാണ് കീ വരുന്നത്. നമ്മുടെ മറ്റേ കേവിൻ്റെ അകത്തൊക്കെ ഉണ്ടായിരുന്നൊരു മോഡലാണ്. നിങ്ങൾക്ക് കേൾക്കാവോ നോട്ട്? ഞാൻ മൈക്കൊന്ന് റിമൂവ് ചെയ്യാം. ഇതിൻ്റെ ടർബോ ഒരു ബ്ലോ ഓഫ് ചെയ്ത് നോക്കിക്കോണേ കേട്ടോ. മറ്റേ ഷു എന്ന് പറയുന്നതല്ലേ, അത് മറ്റേ നമ്മൾ മറ്റേ സിയാറയ്ക്കകത്ത് നമ്മൾ കേട്ടായിരുന്നു. എടി നീ ഒന്നുകൂടി കൊടുത്തിട്ട് ബാക്കിൽ എക്സോസ്റ്റ് ഇങ്ങനെ നോക്കട്ടെ, കൊടുത്തേ നല്ല നൈസ് ഒരു നോട്ടാണ്. അപ്പോൾ
അപ്പോൾ ഇതാണ് അവൻ്റെ ഒരു ഡ്രൈവർ POV എന്ന് പറയുന്നത്. പഴയ ആ ഒരു ഡിസൈൻ തന്നെയാണ്, എന്നാൽ ഇവിടെ കളറിൻ്റെ അകത്തൊക്കെ കുറച്ച് ചേഞ്ചസ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ബ്രൗണ് ഇതൊരു നല്ലൊരു ഒരു വുഡിൻ്റെ ഒരു ഫിനിഷ് ത്രൂ ഔട്ട് പോയിട്ടുണ്ട്. ആൻഡ് ഓൾസോ നമ്മുടെ പിയാനോ ബ്ലാക്ക്, AC-യുടെ സ്വിച്ചസ് ഒക്കെ ടച്ചസ് ആണ്. അതുകൊണ്ട് ഇവിടെ നമ്മുടെ ഗിയർ നോബ്. ഇതിന് വരുന്നത് 6 സ്പീഡിൻ്റെ ഒരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വരുന്നുണ്ട്, 6 സ്പീഡ് മാനുവലും വരുന്നുണ്ട്. ആ 6 സ്പീഡ് ഓട്ടോമാറ്റിക് ട്യൂൺ ചെയ്തത് ജപ്പാനിലെ ഏതോ വലിയ കമ്പനിയാണ്, ഐസിൻ ജപ്പാൻ എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്. പിന്നെ ഇതിൽ വന്നേക്കുന്നൊരു ചേഞ്ച് എന്ന് പറയുന്നത് അതിൻ്റെ വലിയൊരു 14.29 സംതിങ് വരുന്ന വലിയൊരു ഇൻഫർടൈൻമെൻറ്റ് ഡാറ്റ കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ഹാരിയറിൽ കണ്ട ആ ഒരു സ്മൂത്ത് സാധനം. AC ഓഫ് ചെയ്തിട്ട് ഞാൻ ആ റബ്ബ് നിൽക്കുന്നു കാണിച്ചത്. സ്മൂത്ത് നോട്ടല്ലേ, നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്കത് എക്സ്പീരിയൻസ്. പെപ്പി എഞ്ചിനാണ് കേട്ടോ, നമ്മൾ സിയറയ്ക്കകത്ത് പറഞ്ഞത് പെപ്പി എഞ്ചിനാണ് ഇതിന് വരുന്നത്. ഇവിടെ കണ്ട് നമുക്ക് റാം ഹോൾഡറും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ വരുന്നത് നമുക്ക് നോർമലി കണ്ട പോലെ 3 മോഡ്സ് ഉണ്ട്. നോർമലുണ്ട്, വെറ്റ് ഉണ്ട്, അതുപോലെ തന്നെ സാൻഡ് മോഡ് വരുന്നുണ്ട്. പിന്നെ ഇവിടെ എക്കോ മോഡ്, നമ്മുടെ സ്പോർട്സ് മോഡ്, ഹിൽ ഡിസൈൻ കൺട്രോൾ, അങ്ങനെ എല്ലാവിധ ഹിൽ ഡിസൈൻ കൺട്രോൾ, ടേൺ ഡൗൺ, അങ്ങനെ എല്ലാവിധ ഫീച്ചേഴ്സും വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസിലേക്ക് വരുവാണെങ്കിൽ ഇപ്പോൾ ഇത്രയും നേരം ഞാൻ സിറ്റി ഡ്രൈവിംഗ് ആയിരുന്നു. കഴിഞ്ഞിപ്പോൾ നമ്മുടെ മുംബൈ ഡൽഹി എക്സ്പ്രസ് വേയിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് നോട്ടീസ് ചെയ്യുന്നൊരു കേസ് എന്ന് പറഞ്ഞാൽ ഇതുണ്ടോ, നിങ്ങൾ ആ സൗണ്ട് നോട്ട് ചെയ്താണേ, ഒരു പെപ്പി എഞ്ചിനാണ്. ഞാൻ മറ്റേ സിയാറ പെട്രോൾ ഡ്രൈവ് ചെയ്തപ്പോൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ പോലെ ആ ഒരു പെപ്പി ഫീലിംഗ് ഇതുണ്ട്. നമുക്കൊരു ന്യൂജൻ എഞ്ചിൻ ഓടിക്കുന്ന, അതായത് സ്പ്രിൻ്റ് ഓടാൻ പോകുന്ന ഒരാൾ. മറ്റേന്ന് പറഞ്ഞാൽ ഡീസൽ എന്ന് പറഞ്ഞാൽ ഓടിക്കുമ്പോൾ നമുക്കൊരു മാരത്തോൺ ഓടിക്കുന്ന ഒരാളെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് കോൺസ്റ്റൻ്റ് ആയിട്ട് പോകുന്നൊരു ഫീല്. ഇതെന്ന് പറഞ്ഞാൽ സ്പ്രിൻ്റ് ആയെങ്കിൽ എന്നെ ഓടിപ്പിടിക്കണമെന്ന് പറഞ്ഞ് ഈ ഒരു രീതിയിൽ നമുക്ക് അഗ്രസീവായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഇനിഷ്യൽ ഫീലാണ് നമുക്ക് ഹാരിയറിൻ്റെ ഈ 1.5 ലിറ്റർ പെട്രോൾ എഞ്ചിൻ ഓടിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് മെയിൻലി 3 മോഡ്സ് കമ്പനി കൊടുത്തിട്ടുണ്ട്. ഒന്നൊരു എക്കോ മോഡുണ്ട്, 2 നമ്മുടെ ഒരു സ്പോർട്സ് മോഡുണ്ട്. ഞാനിപ്പോൾ സ്പോർട്സ് മോഡിലിട്ടിരുന്ന് ഇപ്പോൾ എക്കോ മോഡിലേക്ക് ഇട്ടു. ഇവർ കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്ക് കേട്ട് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടെന്നുള്ളതിന് വലിയൊരു എക്സാമ്പിളാണ്. പണ്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടോ, ഈ സ്പോർട്സ് മോഡ് ഇടുമ്പോഴത്തേക്കും സ്പോർട്സ് മോഡ് ആക്ടിവേറ്റഡ് എന്ന് പറഞ്ഞ് വിളിച്ച് കൂന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. അത് ഓഫ് ചെയ്താൽ പോലും വീണ്ടും അത് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ അത് കംപ്ലീറ്റ്ലി അവർ റിമൂവ് ചെയ്തു. ദോസ് ഗൈസ് ആർ ലൈക്ക് റിയലി ലിസണിങ് ടു ഫീഡ്ബാക്ക്. അതായത് നിങ്ങളുടെ ഫീഡ്ബാക്ക് നിങ്ങൾ ഇടുന്ന കമൻസും ഒക്കെ, അല്ലെങ്കിൽ നമ്മൾ ഇവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതൊക്കെ അവർ കൃത്യമായിട്ട് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ദാറ്റ്സ് ലൈക്ക് നമ്മുടെ വിജയം എന്ന് പറയുന്ന പോലെ ഇന്ത്യൻ കമ്പനീസ് ആർ സോ ഡാം ഇംപ്രൂവിങ്. അതാണ് ഫസ്റ്റ് ഒരു കേസ് എന്ന് പറഞ്ഞാൽ 3 മോഡുണ്ട്. നമുക്കൊരു എക്കോ മോഡുണ്ട്, ഒരു സ്പോർട്ട് മോഡുണ്ട്, നോർമലി വിടുന്ന സമയത്ത് ഒരു സിറ്റി മോഡലുമാണ്. പിന്നെ ഇത് 2 വീൽ ഡ്രൈവ് ആണെങ്കിൽ പോലും ഇതിൻ്റെ അകത്ത് അവർ ട്രാക്ഷനിൽ കുറച്ച് പ്ലേ അറൗണ്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 3 മോഡ്സ് കൊടുത്തിട്ടുണ്ട്. ഒന്നൊരു വെറ്റ് മോഡുണ്ട്, അപ്പോൾ കുറച്ചുകൂടെ ട്രാക്ഷൻ കൂടുതലായിരിക്കും. പിന്നെ നമ്മുടെ നോർമൽ മോഡ്, അതുപോലെ തന്നെ നമ്മുടെ ഒരു സാൻഡ് മോഡ്, അങ്ങനെ ഒരു 2-3 മോഡ്സും കൂടെ, അതായത് ഓഫ് റോഡ് മോഡ്സും കൂടെ കമ്പനി ഇതിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മൈലേജ്, ഈ ഒരു എഞ്ചിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഇത് റീസെൻ്റ്ലി ലോഞ്ച് ചെയ്തിരിക്കുന്നതുകൊണ്ട് അവർ ഇത്രയും R&D ഒക്കെ മുടക്കിയാണ് ഇവനെ ലോഞ്ച് ചെയ്ത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റിഫൈൻമെൻറ്റ് ടോപ്പ് നോച്ച്. ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ അറിയാം, ഇപ്പം ഞാൻ എക്കോ മോഡിൽ നിന്ന് നേരെ നമ്മുടെ സ്പോർട്സ് മോഡിലേക്ക് ഇടുമ്പോഴത്തേക്കും വണ്ടിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ത്രൂ ഔട്ട് ചേഞ്ച് ആവുന്നുണ്ട്. സ്റ്റിയറിംഗ് ആണെങ്കിലും കുറച്ചുകൂടെ ഇപ്പോൾ ബാക്കിൽ വണ്ടിയൊന്നും ഇല്ല. ഇതിൽ ഏകദേശം ഒരു 120 കിലോമീറ്റർ സ്പീഡ് ലിമിറ്റ് അലൗ ചെയ്തിട്ടുള്ളതാണ് എക്സ്പ്രസ് വേ. അപ്പോൾ നമ്മൾ ആ ഒരു സ്പീഡിലാണെങ്കിൽ പോലും വണ്ടീനെ നമുക്ക് ഈ ഒരു രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ശരിക്കും ഒരു ലൈറ്റ് വെയ്റ്റ് വെഹിക്കിൾ ഓടിക്കുന്ന ഒരു ഫീലിംഗ് ആണ്. മറ്റേ നമ്മുടെ ഹാരിയർ എന്ന് പറയുന്നത് അതിൻ്റെ സ്റ്റിയറിംഗ് ആദ്യകാലത്ത് ഹൈഡ്രോളിക് ആയിരുന്നു, പിന്നീട് അത് ഇലക്ട്രോണിക് വന്നെങ്കിൽ പോലും അതിലും കുറച്ചുകൂടെ ലൈറ്റാണ്. ഇതുണ്ട് സ്റ്റിയറിംഗ് ലൈറ്റാണ്. ആൻഡ് ഓൾസോ സ്റ്റെബിലിറ്റി ഇതുണ്ടോ, നമ്മളിപ്പോൾ 130 എന്നാണ് ഞാൻ ഈ സർക്കസ് കാണിക്കുന്നത്, നിങ്ങൾ ഓർത്തോണം. എന്നിട്ട് പോലും 120 എന്നാണ് ഞാൻ ഈ സർക്കസ് കാണിക്കുന്നത്. എന്നാൽ പോലും വെഹിക്കിൾ ഈസ് സോ ഡാം സ്റ്റേബിൾ. നമ്മുടെ ലെവൽ 2 ADAS വരുന്നതുകൊണ്ട് എമർജൻസി ബ്രേക്കിംഗ് വരുന്നുണ്ട്, ലെയിൻ കീപ്പ് അസിസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ സ്റ്റിയറിംഗിൽ നിന്ന് കൈ എടുത്ത് ഓടിച്ചത് നിങ്ങൾ റോങ് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് ടെക്നോളജി ഹാസ് ബീൻ ഇംപ്രൂവ്ഡ്. ഇതെന്ന് പറഞ്ഞാൽ ഒരു പ്രോപ്പർലി ഒരു 3 ലൈൻ ട്രാക്കാണ്. അപ്പോൾ ഞാൻ എൻ്റെ ട്രാക്കിലാണ് നിൽക്കുന്നതെങ്കിൽ നമ്മൾ ലെവൽ 2 ഓടാക്കിയിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ കീപ്പ് ഇൻ ദ ട്രാക്ക്. പണ്ടത്തെ പോലെയല്ല, ദീസ് ടെക്നോളജീസ് ഹാസ് ബീൻ സോ ഡാം അഡ്വാൻസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു നല്ല ഫീലിംഗ് തന്നെയാണ് കിട്ടുന്നത്. ഇനിയിപ്പോൾ നമ്മൾ എക്കോയിലിട്ട് ഒരു നോർമലി ഒരു 80 കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു 75 കിലോമീറ്ററിലൊക്കെ ക്രൂസ് ചെയ്യുകയാണ്, ഒരു 70 to 80 ക്രൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ക്ലെയിം ചെയ്യുന്നത് ഏതാണ്ട് 25.9 കിലോമീറ്റർ ഹാരിയറിനും 25 കിലോമീറ്റർ സഫാരിക്കുമാണ്. ദിസ് ഈസ് റോങ്. ലൈക്ക് അവൻ ആ ലൈനിൽ തന്നെ നിൽക്കണം. അകത്തോട്ട് കയറുമ്പോൾ ഒന്നെങ്കിൽ ഇൻഡിക്കേറ്ററുകൾ യൂസ് ചെയ്യും. നിങ്ങൾ ഇപ്പം നമ്മൾ ഈ 4 ലൈനിൽ ഇത് ഔട്ട് ഓഫ് ദ കോണ്ടസ്റ്റ് ഈ 4 ലൈൻ ഹൈവേയിലൊക്കെ നമ്മുടെ നാട്ടിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ പലരും ഈ റൈറ്റ് ലെഫ്റ്റ് ലൈനിൽ കൂടെ ഇങ്ങനെ പതുക്കെ പോകുന്നുണ്ട്. ഡോണ്ട് ഡൂ ദാറ്റ്. ചിലർക്ക് വേഗത്തിൽ പോകേണ്ടവർ അവർ പോയിക്കോട്ടെ. നിങ്ങൾ ലെഫ്റ്റ് ലൈനുകളിൽ സ്ലോ ആയിട്ട് കീപ്പ് ചെയ്യുക. ആൻഡ് ഓൾസോ ലൈൻ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഇൻഡിക്കേറ്ററുകൾ യൂസ് ചെയ്യുക. അത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നെന്ന് പറഞ്ഞാൽ നമ്മൾ മൈലേജ് ടെസ്റ്റ് ചെയ്ത സമയത്ത് എനിക്ക് നമ്മുടെ ടൗണിൻ്റെ അകത്തൂടെ ഏകദേശം ഒരു 15 കിലോമീറ്റർ
കിലോമീറ്റർ. ഞാൻ എന്താണ്ട് ഒരു 60-50 കിലോമീറ്റർ എക്കോ മോഡിൽ വിട്ട് ഡ്രൈവ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടി. ഇനി നമ്മൾ ഹൈവേയിൽ എത്ര കിട്ടുന്നുണ്ടെന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ ഞാനത് റീസെറ്റ് ചെയ്തിട്ട് നമുക്കൊരു 10-15 കിലോമീറ്റർ ഓടിച്ച് നോക്കാം. ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഇതുണ്ടോ, മീറ്റർ അടിച്ചു പോകുന്ന രീതിയിലാണ് ഇവിടുത്തെ എയർ ക്വാളിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഞങ്ങൾ വന്ന സമയത്ത് ഏതാണ്ട് 700 AQI എന്നാണ് പറയുന്നത്. ഇത് 500 നിൽക്കുക, സിവിയറാണ്. അപ്പോൾ ഇതിനെതിരെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ നമ്മുടെയൊക്കെ കാര്യത്തിൽ വേണ്ട തീരുമാനമാകും. ഞാൻ എവിടെയോ വായിച്ചത് ഒരു ദിവസം ഏതാണ്ട് 52 സിഗരറ്റ് വലിക്കുന്നതിന് തുല്യ. അപ്പോൾ ഞാൻ ഇന്ന് 52 സിഗരറ്റ് വലിച്ചു, അനലിന് ഇന്ന് 52 സിഗരറ്റ് വലിച്ചു. ഇന്നലെയും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 102 സിഗരറ്റ്, 104 സിഗരറ്റ്. എൻ്റെ ദൈവമേ നോക്കി. അപ്പോൾ നിങ്ങൾ കണ്ട പോലെ നമ്മൾ ഇപ്പോൾ എക്സ്പ്രസ് വേയിലാണ്. അപ്പോൾ ഈ ഇത്രയും നേരം സിറ്റിയും അതുപോലെ തന്നെ എക്സ്പ്രസ് വേ ഏകദേശം 15 കിലോമീറ്റർ ഞാൻ ഓടിച്ചു, ഒരു 60-70 കിലോമീറ്റർ ആവറേജിൽ. ഇതിൽ കിട്ടിയ മൈലേജ് ഏകദേശം 19.1 20ആണ്. അതായത് അപ്പം നോർമലി ഇപ്പം എൻ്റെ ഡ്രൈവിംഗ് സ്റ്റൈൽ നിങ്ങൾക്ക് അറിയാമല്ലോ, അത്രയും സ്ലോ ഒന്നുമല്ല, അത്രയും എക്കണോമിക്കലി ഒന്നുമല്ല. അത് ഇതിന് ഇത്രയും കിട്ടണമെങ്കിൽ ഈ എഞ്ചിൻ നല്ല റിഫൈൻഡ് എഞ്ചിനാണ്. അപ്പോൾ അത്യാവശ്യം ഓടിക്കുന്ന ഒരാൾക്ക്, മര്യാദയ്ക്ക് എക്കണോമിയൊക്കെ ഓടിച്ച് പോകുന്ന ഒരാൾക്ക് മിനിമം ഒരു 22-23 ഒക്കെ കിട്ടും. മൈലേജ് എന്ന് പറയുന്നത് ഓൾവേസ് ഡിപ്പെൻഡ്സ് ഓൺ യുവർ ഡ്രൈവിംഗ് സ്റ്റൈലാണ് കേട്ടോ. കമ്പനി എപ്പോഴും ബെസ്റ്റ് കേസ് സിനാരി ആയിരിക്കും പറയുന്നത്. അപ്പോൾ നമുക്ക് അത് എത്തിക്കണമെങ്കിൽ എത്തിക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇങ്ങനെയൊക്കെ കാല് കൊടുക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് വർക്കൗട്ട് ആകത്തില്ല. ഇനിയിപ്പോൾ ഇതിൻ്റെ പാഡൽ ഷിഫ്റ്റേഴ്സ് ആണെങ്കിൽ ഇതുണ്ട്, നമ്മൾ സ്പോർട്സ് മോഡിലേക്ക് ഇട്ടു, മാനുവൽ മോഡ് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തൻ്റെ അത്യാവശ്യം നല്ല രീതിയിൽ ഇവൻ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ഇതായൊരു ജപ്പാൻ ടൂണിൻ്റെ ട്രാൻസ്മിഷനാണല്ലോ ഈ പുതിയ 6 സ്പീഡ് 80 എന്ന് പറയുന്നത്. നമുക്ക് ഈ ഒരു രീതിയിൽ തൻ്റെ ഇവനെ ഹാൻഡിൽ ചെയ്തുകൊണ്ട് ഇങ്ങനെ കോർണേഴ്സൊക്കെ ആണെങ്കിലും തൻ്റെ നല്ല ഹൈ സ്പീഡിലാണെങ്കിലും നമുക്ക് നല്ല കോൺഫിഡൻസ് വരുന്ന രീതിയിൽ തന്നെയാണ് പോകുന്നത്. ബ്രേക്കിംഗ് എഫിഷ്യൻസി ഇപ്പോൾ ഇവിടെ ഡ്രൈവ് ചെയ്യുന്നില്ല, എവിടെയെങ്കിലും സൈഡിൽ സ്ഥലമുള്ളിടത്ത് ഞാൻ ബ്രേക്കിംഗ് എഫിഷ്യൻസി കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ദാറ്റ്സ് ഓൾസോ സോ ഗുഡ്. ഡിജിറ്റൽ ORVMs ആണ് കേട്ടോ. അതുകൊണ്ട് ഫ്രണ്ടിൽ ഡാഷ് ക്യാം വരുന്നുണ്ട്, ഫ്രണ്ടിലെയും ബാക്കിലെയും റെക്കോർഡിംഗ് ഓൺ ആയിരിക്കും. അതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ഒരു ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഞാൻ റിവ്യൂ ചെയ്യുന്ന സമയത്ത് കേരളത്തിലല്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ വിശ്വസിക്കത്തില്ലല്ലോ. അതുകൊണ്ട് നമ്മുടെ ഹാരിയർ പെട്രോളിൻ്റെ കൺക്ലൂഷൻ പറയുന്ന സമയത്ത് ഞാൻ ഓർത്തു റോഡൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അനലിനെ ഒന്ന് കാണിച്ചു കൊടുത്തേടി. ഇത് ഡൽഹി ആഗ്ര എക്സ്പ്രസ് വേയുടെ സൈഡിലാണ്. എൻ്റെ അറിവിൽ നമ്മുടെ കേരളത്തിൽ എക്സ്പ്രസ് വേ ഒന്നുമില്ല. അപ്പോൾ ജോക്സ് അപ്പാർട്ട്, ഹാരിയറിൻ്റെ ഒരു കൺക്ലൂഷൻ പാർട്ട് പറയുകയാണ്, അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ അടുത്ത് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഷുഡ് ഐ ബൈ വൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഡീസലിന് കിട്ടുന്നൊരു ഫീൽ അല്ല പെട്രോൾ എഞ്ചിൻ വരുമ്പം. കുറച്ചുകൂടെ പെപ്പിയാണ്, കുറച്ചുകൂടെ പവർ നമുക്ക് ഫീൽ ചെയ്യും. എന്നാൽ അത്യാവശ്യം നല്ല ടർബോ പെട്രോൾ എഞ്ചിൻ വരുന്നുണ്ട്, അത്യാവശ്യം നല്ല ടോർക്ക് വരുന്നുണ്ട്. കുറച്ച് ലൈറ്റ് വെയിറ്റാണ്. നമ്മൾ ഫ്രണ്ടിൽ എഞ്ചിന് കുറച്ചുകൂടെ കുഞ്ഞെഞ്ചിൻ ആയതുകൊണ്ട് നമുക്ക് ആ ലൈറ്റ് വെയിറ്റ്നെസ് ഫീൽ ചെയ്യും. എൻ്റെ അടുത്ത് ഒറ്റ പാടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊരു പെപ്പി എഞ്ചിൻ തന്നെയാണ് ഇതും ഹാരിയറായിട്ട് ഡീസലായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ പറയുന്നൊരു കൺക്ലൂഷൻ എന്ന് പറയുന്നത്. നമ്മൾ പുതിയ ഹാരിയർ EVക്കകത്തുണ്ടായിരുന്ന കുറേയധികം ഫീച്ചേഴ്സ് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ക്യാമറ വാഷേഴ്സ് വരുന്നുണ്ട്, ORVMs മെമ്മറി ORVMs വരുന്നുണ്ട്, ഡിജിറ്റൽ ക്യാമറ കൊടുത്തിട്ടുണ്ട്, ഫ്രണ്ടിലും ക്യാമറയിലും ഡാഷ് ക്യാമറ കൊടുത്തിട്ടുണ്ട്, പുതിയൊരു ഇൻറ്റീരിയേഴ്സാണ് വരുന്നത്. അങ്ങനെ ത്രൂ ഔട്ട് ഫീച്ചർ റിച്ച് ആയിട്ട് തന്നെയാണ് ഹാരിയറിനെ ടാറ്റ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ മുന്നോട്ട് പോകുന്ന കാലഘട്ടങ്ങളിൽ ഡീസലിന് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം വരുമെന്നൊന്നും അറിയത്തില്ല. അങ്ങനെ നോക്കുമ്പോൾ ദിസ് ഈസ് എ സേഫ് ബെറ്റ്. ഹാരിയറിൻ്റെ എല്ലാവിധ ക്യാരക്ടറിസ്റ്റിക്സും എന്നാൽ ഒരു പുതിയ ന്യൂ മോഡേൺ R&D ഒക്കെ ചെയ്ത് അവരിറക്കിയ ഒരു എഞ്ചിനാണ്. അത് യൂഷ്വലി വേറൊരു പഴയ എഞ്ചിൻ എടുത്ത് വെക്കുകയല്ല ചെയ്ത്, അത് ഫ്യൂച്ചർ പ്രൂഫായിട്ട്, അതായത് BS7 ഒക്കെ വരുന്ന സമയത്താണെങ്കിലും BS8 വരുന്ന സമയത്താണെങ്കിലും അതൊക്കെ അഡാപ്റ്റ് ചെയ്ത് പോകുന്ന രീതിയിലാണ് അവരിതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇറ്റ്സ് ലൈക്ക് എ ഗുഡ് കാർ. നിങ്ങൾ എന്താണെങ്കിലും ടെസ്റ്റ് ഡ്രൈവ് വരുമ്പോൾ ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. സോ ദിസ് ഈസ് യുവർ ദീപക് രാജൻ, ഡോക്ടർ ഐ സൈനിങ് ഓഫ്. താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.